ജീവന് ഒഴിച്ചുകൂടാനാകാത്ത വെള്ളം, വായു എന്നിവ നമുക്ക് പ്രകൃതിയാണ് നൽകുന്നത്. നാം ജനിക്കുന്നതും ജീവിക്കുന്നതും പ്രകൃതിയുടെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി കാരണം പ്രകൃതിയുടെ ഹൃദയമാണ് നാം വെട്ടിമുറിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് സുലഭമായ പ്രകൃതി സമ്പത്തുകൾ പലതും വരും തലമുറയ്ക്ക് കിട്ടുമോ എന്ന് സംശയമാണ്. പ്രകൃതി സംരക്ഷണത്തിന് നമ്മുടെ പങ്ക് വലുതാണ്. നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെയാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. BJSLP സ്കൂൾ മാനന്തേരിയിലെ കുട്ടികൾ പരിസ്ഥിതിയെ അറിയാനും പരിസ്ഥിതി മലിനീകരണം ഏതൊക്കെ രീതിയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാനും നമ്മുടെ വീടുകളിൽ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതൊന്നും ചെയ്യുകില്ലെന്ന് തീരുമാനം എടുക്കാനും നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനും നാം പ്രകൃതിയുടെ ചൂഷകരല്ല, സംരക്ഷകരാണ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും വേണ്ടി സ്കൂളിൻ്റെ സമീപ പ്രദേശത്തുള്ള വീടുകൾ സന്ദർശിച്ച് നിരീക്ഷണത്തിലൂടെയും ചെക്ക് ലിസ്റ്റിലൂടെയും പ്രശ്നങ്ങൾ കണ്ടെത്തി പരിസരം ശുചീകരിച്ചും വൃക്ഷത്തൈകൾ നട്ടും മാതൃക കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുകയുണ്ടായി. പേര് ദീപ. കുടുംബത്തിലെത്ര അംഗങ്ങളുണ്ട്? 4. ആർക്കെങ്കിലും പകർച്ചവ്യാധി രോഗങ്ങൾ വരാറുണ്ടോ? ഇല്ല. കിണർ വലയിട്ട് സൂക്ഷിക്കാറുണ്ടോ? ഉണ്ട്. കിണറിന്റെ അടുത്ത് നിന്ന് കുളിക്കാറുണ്ടോ? ഇല്ല. അലക്കുകല്ല് കിണറിന്റെ സമീപത്താണ്. ആർക്കെങ്കിലും പകർച്ചവ്യാധി അസുഖങ്ങളുണ്ടോ? ഇല്ല. വീടും പരിസരവും എപ്പോഴും ശുചിയാക്കാറുണ്ടോ? പകർച്ചവ്യാധി അസുഖങ്ങൾ വരാറുണ്ടോ? വീടും പരിസരവും എപ്പോഴും ശുചിയാക്കാറുണ്ടോ? കിണറിന്റെ അടുത്ത് നിന്ന് കുളിക്കാറുണ്ടോ?
വർഷമാണ്. കിണറിന്റെ അടുത്ത് നിന്ന് കുളിക്കാറുണ്ടോ? മാലിന്യങ്ങൾ ജൈവം, അജൈവം എന്നിങ്ങനെയായി തരംതിരിക്കാറുണ്ടോ? മരങ്ങൾ വെച്ച് പിടിപ്പിച്ച്, തൈകൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാക്കി ആണ് ഉദ്ദേശിക്കുന്നത്. അത് ചെറു കുട്ടികളായ നിങ്ങളിലൂടെ അത് വളർത്തിയെടുക്കണം. നമുക്കറിയാം, നമ്മുടെ ഭൂമി ചൂട് കൂടിക്കൂടി വരികയാണ് ഓരോ കൊല്ലം കഴിയുന്നതോറും. അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു മരം എങ്കിലും ഒരു കുട്ടി വെച്ച് പിടിപ്പിക്കുക. പരിസരം കുറച്ച് വൃത്തിയാക്കുമ്പോണ്ടേ അതിനായിരിക്കും നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോ ഇനിയിപ്പോ നമ്മള് ബസ്സിലെല്ലാം പോകുമ്പോ ഒരു മുട്ടായിയെല്ലാം തിന്നു വിചാരിച്ചോ, അപ്പൊ അതിന്റെ കടലാസ് ഒന്ന് ചെയ്യാ, ലൈസും മുട്ടായിയെല്ലാം തിന്നാല് അപ്പാടെ അങ്ങ് റോഡിലേക്ക് വലിച്ചെറിയ. നമ്മളെ കയ്യില് ബാഗോ പാക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഹരിതാർ മസാലേന്റെ ചാക്കിലിട്ട് വെക്കും അല്ലെ. അങ്ങനെ എല്ലാരും ചെയ്യണം കേട്ടാ. ഇനി മുട്ടായി തിന്നാ വലിച്ചെറിയറേ, എപ്പോ അത് ഓർമ്മ വേണം കേട്ടാ. പേര് ദാമോദരൻ കെ. ആർക്കെങ്കിലും പകർച്ചവ്യാധി ഒന്നുമില്ല. ഞായറാഴ്ചകളിൽ ഫ്രൈഡേ ആഘോഷിക്കാറുണ്ട്. ഞായറാഴ്ച ഫ്രൈഡേ ആഘോഷിക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ കൃഷി എന്തെങ്കിലുണ്ടാ? നെല്ലിൻ്റെ കൃഷി ഇല്ല. കുരുമുളക് ഉണ്ടോ? ഉണ്ട്. തെങ്ങ് കൃഷിയാ? ഒരാളുണ്ട്. കാലത്ത് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ കൃഷികളൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാ, പറമ്പൊക്കെ കൊത്തിയിടും, കളച്ചിടും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, വെള്ളം കെട്ടി നിൽക്കില്ല അല്ല, കൊതുക് ഉണ്ടാവില്ല. പിന്നെ പശുവൊക്കെ ഉണ്ടാവും. ഈ കാടൊക്കെ പുല്ലൊക്കെ ആര് തിന്നും? പശുക്കളൊക്കെ തിന്നും. അതുപോലെ കോഴികൾ അല്ലെ, മുറ്റത്തുള്ള മാലിന്യങ്ങളൊക്കെ കോഴികൾ, കാക്ക. പശുക്കളുണ്ടോ? ഇല്ല, ആരും പോയിട്ടൊന്നുമില്ല. വീട്ടിൽ പോയി അവിടെ നിന്ന് കുറെ നിരീക്ഷണം ചെയ്തു. ഒരു ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ കൊതുകും മുട്ടയും ഉണ്ടായിരുന്നു. എന്തൊരു രസമാണ് ഈ ഭൂമി, സൂക്ഷിക്കാം നാളേക്കായി, കാത്തുവയ്ക്കാം നല്ലൊരു നാളെ. ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ വീടുകളിൽ കയറി. ഓർക്കാൻ നല്ലൊരു ദിനമാണ്. കളിച്ച് പഠിച്ച് രസിച്ചു നടക്കാം. മരവും കൂടെ നടാം. നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണ്.
കടമ. നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ കാർബണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് വർദ്ധിക്കുകയും നമ്മുടെ നാട്ടിലുള്ള മരങ്ങളെല്ലാം ഇന്ന് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ്റെ കുറവ് പോവുകയും കാർബൺ കൂടുകയാണ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, അധ്യാപകരെ, നമ്മൾ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ഓരോ വീടുകളിലും സന്ദർശനം നടത്തുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവർക്കും പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ധാരണയൊക്കെ ഉണ്ട്. എന്നാലും ചില അശ്രദ്ധകൾ ഉള്ളതായും എനിക്ക് തോന്നിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ ചിരട്ടകളിലും മറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നതും ഞാൻ കണ്ടു. അതിൽ കൊതുക് വളരുന്നതും കണ്ടിരുന്നു. നമ്മൾ എല്ലാവരും സ്വന്തം സ്ഥലം മാത്രമേ വൃത്തിയാക്കൂ. വീട്ടിനടുത്തുള്ള വഴിയും പൊതു ഇടങ്ങളും ഒന്നും ശ്രദ്ധിക്കാറേയില്ല. അത് ശരിയാ. കൊതുകും മറ്റും വളർന്നാൽ നമുക്ക് തന്നെ ആ പ്രശ്നമല്ലേ? അത് തന്നെ. എല്ലാവർക്കും തിരക്കായത് കൊണ്ട് പണ്ടത്തെ പോലെ കൈക്കോട്ടാരും തൊടുന്നില്ല. കൃഷി ചെയ്യാൻ ആരും തയ്യാറല്ല. ഇതൊക്കെ പരിസ്ഥിതി നശിക്കും. നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിനൊക്കെ കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കാണാം. അതുപോലെ അവിടെ കാണാറേ ഇല്ല. പിന്നെ അടുത്ത കൊല്ലം വീണ്ടും അവിടെ തന്നെ നടും. നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കണം. ഇപ്പോൾ കാണുന്നില്ലേ, മഴ പെയ്യുമ്പോഴേക്കും വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ. മഴയില്ലെങ്കിൽ ചൂട് സഹിക്കാനേ പറ്റുന്നില്ല. വൈകിട്ട് കൊതുക് കടി കാരണം വീട്ടിലിരിക്കാനും പറ്റുന്നില്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.